വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. അധ്യക്ഷപദം അലങ്കരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ പത്രസമ്മേളനം KPCC ആസ്ഥാനത്ത് അടൂർ പ്രകാശ് നൽകിയതിൻ്റെ വിശദാംശങ്ങളിലേക്ക്. UDFിന്റെ നേതൃത്വത്തിൽ പിണറായി സർക്കാരിന്റെ 4ാം വാർഷികം ഞങ്ങൾ കരിദിനമായി ആചരിച്ചു. അതിന്റെ കാരണങ്ങൾ പലതുമുണ്ട്. പ്രധാനമായും പറയാനുള്ളത് മയക്കുമരുന്നിൽ മുങ്ങിയ കേരളമാണ്. ലഹരിയിൽ വലയിൽപ്പെട്ട് ജീവിതം ഹോമിക്കുന്ന, മകനെ ഭയന്ന് കഴിയുന്ന അമ്മമാരുടെ നാടായി കേരളത്തെ മാറ്റി എന്നത് മാത്രമാണ് പിണറായി വിജയന്റെ 9ാമത് വർഷത്തെ ഭരണത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഏത് ഗ്രാമത്തിലും ഏത് ലഹരിയും ലഭ്യമാണ്. മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഏത് കൊലപാതകം എടുത്താലും അതിൽ ലഹരിയുടെ പങ്ക് കാണാൻ നമുക്ക് സാധിക്കും. നിയമസഭയിൽ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചപ്പോഴും കേസ് എടുക്കുന്നതിന്റെ കണക്കാണ് സർക്കാർ പറഞ്ഞത്. വലിക്കുന്ന ആളുകൾക്കെതിരെയുള്ള കേസ് എടുത്തിരിക്കുന്നതാണ്. എവിടെ നിന്നാണ് ഈ ലഹരി ലഭ്യമാകുന്നത് എന്നത് ആണ് കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. അത് മാത്രമല്ല, ഇത് യഥാർത്ഥത്തിൽ 2 IG-മാരെ എൻഫോഴ്സ്മെന്റിനായി നിയോഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ എക്സൈസും പോലീസിന്റെയും ജോലിയല്ല ബോധവൽക്കരണ പരിപാടികൾ. അത് സാമൂഹ്യ സംഘടനകളും യുവജന സംഘടനകളുമൊക്കെ ഏറ്റെടുത്ത് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് ഇന്ന് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി നടത്തിയ യോഗത്തിലും ബോധവൽക്കരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ലഹരിയുടെ ലഭ്യത ഇല്ലാതാക്കിയാണ് വേണ്ടത്. വാചകമടി കൊണ്ട് മാത്രം ഇത് പരിഹരിക്കപ്പെടാൻ കഴിയുന്ന കാര്യമല്ല. ലഹരി മാഫിയകൾക്കുള്ള രാഷ്ട്രീയ രക്ഷകർത്തൃത്വവും CPM അവസാനിപ്പിക്കണം. അതേപോലെ തന്നെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന കേരളമാണ്. ജനവിരുദ്ധ നിലപാടുകളും അഴിമതിയും ഇത് തന്നെയാണ് 4ാം വർഷത്തിൽ എത്തി നിൽക്കുന്ന 2ാം പിണറായി സർക്കാരിന്റെ മുഖമുദ്ര. ഈ സർക്കാരിന്റെ അഴിമതിയും പിടിപ്പുകേടും പിൻവാതിൽ നിയമനങ്ങളും കേരളത്തെ സമാനതകളില്ലാത്ത കടക്കണിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. എല്ലായിടത്തും അഴിമതിയും ധൂർത്തുമാണ് കാണാൻ കഴിയുന്നത്. ആശാ വർക്കർമാർക്ക് പണം നൽകാനില്ലാത്തവരാണ് PSC ചെയർമാനും അംഗങ്ങൾക്കും ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തീരുമാനമെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ വനിതാ CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട പെൺകുട്ടികൾ സഹന സമരം ഇവിടെ നടത്തുകയുണ്ടായി. നിങ്ങൾ അവരെ കാണാനെങ്കിലും തയ്യാറായിട്ടുണ്ടോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുകയാണ്. പണമില്ല എന്ന് പറയുന്ന അതേ സർക്കാരാണ് ആരോപണ വിധേയനായ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ KM എബ്രഹാം, അദ്ദേഹത്തിന് 6.5 ലക്ഷം രൂപയാണ് ശമ്പളമായി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ആദ്യത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയി. 2ാമത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് എതിരെ ഗുരുതരമായ ആരോപണമാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപജാപക സംഘത്തിന്റെ ഇടമായി മാറിയിരിക്കുന്നു. അവരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. കേരളം ലഹരി മരുന്നിന്റെ ഹബ്ബായി മാറിയിരിക്കുകയാണ്. ലഹരി മാഫിയകൾക്ക് CPM രാഷ്ട്രീയ രക്ഷകർത്തൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നില വിലയിരുത്താനായി നീതി ആയോഗ് 2025 പുറത്തിറക്കിയ 2023 വർഷത്തെ പ്രഥമ സാമ്പത്തിക ഭദ്രത സൂചികയിലുണ്ട്.
ഇതിൽ 18 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ നിരയിൽ കേരളം 15ാമതാണ്. ധനവിനിയോഗത്തിലെ കാര്യക്ഷമത, വരുമാന സമാഹരണം, സാമ്പത്തിക അച്ചടക്കം, വായ്പയും സംസ്ഥാനത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനവും തമ്മിലുള്ള അനുപാതം, കടം താങ്ങാനുള്ള പരിധി തുടങ്ങിയവ പരിഗണിച്ചാണ് സ്കോർ. അതേപോലെ തന്നെ വൻകിട പദ്ധതികൾ ഈ സർക്കാർ വന്നിട്ട് 9 വർഷക്കാലം തികയാണ്. വൻകിട പദ്ധതികൾ ഏതെങ്കിലും ഒന്നെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ ഈ സർക്കാരിനുണ്ടോ എന്നതിനെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ കൂടി അത് അന്വേഷണം നടത്തണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ വിഴിഞ്ഞമാണെങ്കിലും മെട്രോ ആണെങ്കിലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നിറവേറ്റിയെടുക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചു എങ്കിൽ ഈ സർക്കാരിൻ്റെ 9 വർഷക്കാലത്തെ പ്രവർത്തനത്തിലൂടെ ഏതെങ്കിലും ഒരു വൻകിട പദ്ധതിയെക്കുറിച്ച് അവർക്ക് അവകാശപ്പെടാനുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള പരിശോധന ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതുകൂടാതെ ധനപ്രതിസന്ധി ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ധനപ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം ഇന്ന് കടന്നു പോകുന്നത്. അടിസ്ഥാന വർഗങ്ങളെ പൂർണ്ണമായും അവഗണിച്ചു. ആരോഗ്യ രംഗം, അതുപോലെ വിദ്യാഭ്യാസ രംഗങ്ങൾ ഇന്ന് അനിശ്ചിതത്തിലായി നിൽക്കുകയാണ്. മലയോര ജനത ജീവി ആക്രമണത്തിൽ കഷ്ടപ്പെടുമ്പോൾ ഈ സർക്കാർ തിരിഞ്ഞു നോക്കാതെ ഇരിക്കുകയാണ്. തീരദേശ പ്രദേശവും വറുതിയിലും പട്ടിണിയിലുമാണ്. ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ക്ഷേമ വികസന പദ്ധതികൾ പൂർണ്ണമായി നിർത്തിവെക്കുന്ന സ്ഥിതിയിലേക്ക് കേരളം കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഖജനാവിൽ പണമില്ലാതിരിക്കുമ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലേക്ക് സംസ്ഥാനം എത്തിയിരിക്കുകയാണ്. കരാറുകാർക്ക് കോടിക്കണക്കിന് രൂപയാണ് നൽകാനുള്ളത്. ധനപ്രതിസന്ധി പരിഹരിക്കുവാനുള്ള ഒരു നടപടിയും ഈ സർക്കാർ സ്വീകരിക്കുന്നില്ല. അതേപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ പലതവണ മുടങ്ങിയിരിക്കുന്നു. ക്ഷേമനിധി ബോർഡുകളും തകർച്ചയുടെ വക്കിലായി മാറിയിരിക്കുകയാണ്. പാവപ്പെട്ട തൊഴിലാളികൾ അവരുടെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് പണം അംശാദായമായി കൊടുത്ത് ക്ഷേമനിധികളിൽ നിന്നും പോലും പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ നൽകാൻ കഴിയുന്നില്ല. കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡുകളിൽ ഉൾപ്പെടെ പെൻഷൻ മുടങ്ങിയിട്ട് 16 മാസക്കാലമായി. അംഗൻവാടി ജീവനക്കാർക്കും പെൻഷൻ നൽകുന്നില്ല. ആശാ വർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും ദയാരഹിതമായ അവരോട് പോലീസ് പെരുമാറുന്നത് ദയാരഹിതമായിട്ടാണ്. എനിക്ക് പറയാനുള്ള അത്തരം കാര്യങ്ങൾ ആശാ വർക്കർമാരുടെ കാര്യമാണെങ്കിലും അംഗൻവാടി വർക്കർമാരുടെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യം കൂടിയാണ് എന്ന് ഞാനത് സൂചിപ്പിക്കുകയാണ്. കാരണം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടന്ന സമര പരിപാടികൾ നിങ്ങളും പലവട്ടം അത് പ്രക്ഷോഭണം ചെയ്യുവാനും വാർത്തകൾ കൊടുക്കാനും തയ്യാറായിട്ടുള്ള ആളുകൾ എന്നുള്ള നിലയിൽ നിങ്ങൾക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാനും ഈ തരുണത്തിൽ കാണുകയാണ്. ഇന്ന് ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ സർക്കാർ കാണുന്നത് ഒരു കോർപ്പറേറ്റ് മുതലാളിയെ പോലെയുള്ള സമീപനമാണ് ജനങ്ങളോട് കാണിച്ചുകൊണ്ട് ഇരിക്കുന്നത്. സർക്കാർ ഇല്ലായ്മയാണ് കേരളം അനുഭവിക്കുന്നത്. ആശുപത്രികൾ മരുന്നുകൾ കിട്ടുന്നില്ല. കാരുണ്യ പദ്ധതി പൂർണ്ണമായും മുടങ്ങി. റബ്ബറിന്റെ കാര്യത്തിൽ 250 രൂപ തറവിലയാക്കുമെന്ന് പ്രകടന പത്രികയിൽ അവർ പറഞ്ഞവർ ഇന്ന് എവിടെയെങ്കിലും ആർക്കെങ്കിലും ഏതെങ്കിലും കർഷകർക്ക് അത് ലഭ്യമാകുന്നുണ്ടോ എന്ന് നിങ്ങൾ കൂടി പരിശോധന നടത്തണം എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു കാര്യം, നെല്ല് സംഭരണം. ആ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ ആരംഭം കുറിച്ചത് 2005 കാലഘട്ടങ്ങളിലാണ്. അന്ന് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റാണ് ആ കാര്യത്തിൽ തീരുമാനമെടുത്തത്. അന്ന് ഗവൺമെൻറ് തീരുമാനമെടുത്തെങ്കിലും അന്നത്തെ ഭക്ഷ്യവകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി എന്നുള്ള നിലയിൽ
അതിൻ്റെ ചുമതല ഏൽപ്പിച്ചത് എന്നെയാണ്. ആ ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ കുട്ടനാട് ഉൾപ്പെടെ, പാലക്കാട് ഉൾപ്പെടെ, കോട്ടയം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കർഷകരുമായി നേരിൽ കണ്ട് അവരുടെ നെല്ല് ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ആ നടപടികൾ സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നും അത് തുടർന്നുകൊണ്ടു പോകാൻ ഈ ഗവൺമെന്റ് തയ്യാറാകുമ്പോൾ അതിനാവശ്യമായ യാതൊരു പ്രവർത്തനങ്ങളും നിറവേറ്റപ്പെടുന്നില്ല. കോടിക്കണക്കിന് രൂപയാണ് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് അവരുടെ ഉൽപ്പാദിപ്പിച്ച നെല്ല് വിറ്റഴിച്ചാൽ ലഭിക്കാനുള്ളത്. അപ്പോൾ അതേപോലെയുള്ള നിരവധി പ്രവർത്തനങ്ങളിൽ ഈ സർക്കാർ ഇന്ന് അതിന് നേതൃത്വം കൊടുക്കും. അതേപോലെ തന്നെ ഫണ്ട് വകമാറ്റുകയാണ്. SC/ST ഫണ്ടുകൾ കഴിഞ്ഞ 3 വർഷമായി ഒന്നും വർദ്ധിപ്പിച്ചിട്ടില്ല. അത് മാത്രമല്ല, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ SC ഫണ്ട് 500 കോടിയും ST ഫണ്ട് 120 കോടിയുമാണ് വെട്ടിക്കുറച്ചത്. അപ്പോൾ KSEBയും സപ്ലൈകോയും KSRTC, വാട്ടർ അതോറിറ്റി ഉൾപ്പെടെ എല്ലാത്തിനോടും അവഗണനയാണ്. വാട്ടർ അതോറിറ്റിയിൽ 4500 കോടി രൂപ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാറുകാർക്ക് തന്നെ നൽകാനുണ്ട്. അത് മാത്രമല്ല, ജലജീവൻ പദ്ധതി നടപ്പിൽ കേരളം വരുത്തുന്ന കാര്യത്തെക്കുറിച്ച് പരിശോധന നടത്തിയാൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. അത് ഇന്ത്യൻ പാർലമെന്റിൽ ഞാൻ തന്നെ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ ആ ചോദ്യത്തിന് മറുപടി എനിക്ക് ലഭിക്കുകയുണ്ടായി. ആ മറുപടി ലഭിച്ചത് കേരളത്തിൽ ഇത് 54% മാത്രമാണ് ഈ ജലജീവൻ മിഷനിലൂടെ കുടിവെള്ളം, ശുദ്ധമായ ജലം നൽകും എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് ഈ 54% എന്നുള്ളത് അത് വളരെ കൂടുതൽ മേഖലകളിൽ നന്നായി കൊടുക്കാൻ കഴിഞ്ഞു എങ്കിലും കേരളമാണ് ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നത്. ഇവിടെ ഏതാണ്ട് 70 ലക്ഷത്തിലധികം വീടുകളിൽ കുടിവെള്ളം എത്തിച്ചു കൊടുക്കണം. അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് 38,56,000 വീടുകൾ മാത്രമാണ് ഈ ജലജീവൻ പദ്ധതിയിലൂടെ കുടിവെള്ളം കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ നൽകുന്ന പണത്തിൽ സംസ്ഥാന വിഹിതം നൽകാൻ പറ്റുന്നില്ല. കരാറുകാർ ആത്മഹത്യയുടെ മുൻപിൽ നിൽക്കുകയാണ്. സംസ്ഥാനത്തെ ഏറ്റവും ദുരിതപൂർണമാക്കി കടക്കണിയിലേക്ക് തള്ളിയിട്ട സർക്കാർ എന്നാകും ഈ സർക്കാരിന്റെ ചരിത്രം രേഖപ്പെടുത്തുവാൻ പോകുന്നു. 96-2001 നായനാർ ഭരണകാലത്ത് ഉണ്ടാക്കിയതിനേക്കാൾ രൂക്ഷമായ പ്രതിസന്ധിയാണ് ഇന്ന് ഈ സംസ്ഥാനത്ത് ഈ ഗവൺമെന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോഴും കോടികൾ മുടക്കിയാണ് സർക്കാർ പരസ്യം ചെയ്യുന്നത്. പെൻഷൻ നൽകാൻ പണമില്ലാത്തപ്പോഴും മുഖ്യമന്ത്രിയുടെ ഹോൾഡിംഗ് വെക്കുന്നതിന് വേണ്ടി മാത്രം 15 കോടി രൂപയിലധികം ചെലവഴിക്കപ്പെടുകയാണ്. ഈ ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ 4ാം വാർഷികം പൂർണ്ണമായും ഞങ്ങൾ ബഹിഷ്കരിക്കും. നിയോജകമണ്ഡലങ്ങളിൽ നടക്കുന്ന വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ പലയിടത്തും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFന്റെ MLA-മാരാണെങ്കിലും അതേപോലെ തന്നെ MP-മാരാണെങ്കിലും അവർ കൂടി മുൻകൈ എടുത്തുകൊണ്ട് വന്നിട്ടുള്ള പല പദ്ധതികളും ആ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ഘാടനം നടക്കുമ്പോൾ അവർ ആ പദ്ധതിയിൽ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശം. ഇതേപോലെ തന്നെ അക്രമ രാഷ്ട്രീയം ഇന്നിപ്പോ നിങ്ങളെല്ലാം കേട്ട് കാണും. മഹാത്മാഗാന്ധിയുടെ പ്രതിമ വെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കണ്ണൂരിലെ CPM നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വില കുറഞ്ഞ ചില പ്രവർത്തനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. മലപ്പട്ടം അടുവാപ്പുറത്ത് ഗാന്ധി സ്തൂപം നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്നാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PV ഗോപിനാഥിന്റെ ഭീഷണി. ഈ ഗാന്ധി നടത്തുകയും പരസ്യ ഭീഷണി നടത്തുകയും ചെയ്ത് ഇയാൾക്കെതിരെ കേസെടുക്കണം എന്നുള്ളതാണ്
UDF പറയേണ്ടത്. മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രിയപ്പെട്ട ശ്രീ സനീഷിന്റെ പേരെടുത്തു പറഞ്ഞാണ് CPM നേതാവായ ഈ ക്രിമിനൽ ഭീഷണിപ്പെടുത്തിയത്. സനീഷിന്റെ വീടിന്റെ മുന്നിലോ വീടിന്റെ അടുക്കളയിലോ ഗാന്ധി സ്തൂപം നിർമ്മിച്ചാൽ തകർക്കുമെന്ന് ഇയാളുടെ ഭീഷണി വന്നിരിക്കുകയാണ്. ഇതേ ഭാഷയിൽ തന്നെയായിരിക്കും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടേതും കൊലപാതകവും ഗുണ്ടായുസവും കൊട്ടേഷനും പ്രവർത്തനങ്ങളുമൊക്കെ CPM എന്ന പാർട്ടിയുടെ പൊതുപരിപാടിയായി ഈ നേതാക്കൾ വ്യക്തമാക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം, കാരണം CPM എന്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയാൽ അതിനെ ചോദ്യം ചെയ്യുവാൻ കേരളത്തിലെ UDF സന്നദ്ധമാകും, ചോദ്യം ചെയ്യാൻ സന്നദ്ധമാകും എന്ന് പറയുമ്പോൾ അക്രമത്തിനെതിരെ ശക്തമായ നടപടികളുമായി ഞങ്ങളും മുമ്പോട്ട് പോകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. ഭീഷണിയുടെ മുമ്പിൽ UDF തലകുനിക്കുന്ന അല്ലെങ്കിൽ മാറി നിൽക്കുന്ന ഏർപ്പാടുകൾ ഉണ്ടാകില്ല എന്നുകൂടി ഈ തരുണത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ തെരുവ് നായ്ക്കളുടെ ആക്രമണം ധാരാളം നടക്കുകയാണ്. ബഹുമാനായ മന്ത്രി തന്നെ നിയമസഭയിൽ കൊടുത്ത മറുപടിയുണ്ട്. ആ മറുപടിയിൽ തന്നെ 3,16,000-ലധികം ആളുകൾക്ക് തെരുവ് നായ്ക്കളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം രേഖാമൂലം മറുപടി കൊടുത്തു. അത് സർക്കാർ ആശുപത്രികളിൽ ഇവരെ കൊണ്ടുപോവുകയും അവിടെയുള്ള റെക്കോർഡ് വെച്ചുകൊണ്ടാണ് ഈ 3,16,000-ലധികം ആളുകൾക്ക് ഈ തെരുവ് നായ കടിയേറ്റിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതുകൂടാതെ തന്നെ കേരളത്തിലെ പ്രൈവറ്റ് ആശുപത്രികളിൽ പല ആശയ്ക്ക് വേണ്ടി പ്രൈവറ്റ് ആശുപത്രിയിൽ പോകും, സർക്കാർ ആശുപത്രിയിൽ പോകും, അത് കൂടാതെ തന്നെ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകും. അതിന്റെ കണക്കുകൾ യഥാർത്ഥത്തിലില്ല. ഇങ്ങനെ പോകുന്ന കാര്യങ്ങൾ ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ വേണ്ട തരത്തിൽ അവർ നടപടികൾ സ്വീകരിക്കുകയും ആ നടപടികൾ സ്വീകരിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയുമാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ 20-ാം തീയതി വാർഷിക ആഘോഷം നടക്കുമ്പോൾ ആ വാർഷിക ആഘോഷ വേളയിൽ കരിദിനമായി ആചരിക്കുവാനുള്ള തീരുമാനമെടുത്തു. മാത്രമല്ല, പാർട്ടി തന്നെ ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. എല്ലാ ഇടങ്ങളിലും കരിക്കൊടി പ്രകടനവും മറ്റു കാര്യങ്ങളും നടത്താൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും മറ്റും കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഞങ്ങൾ ഒന്ന് പറയുന്നു, ഈ സർക്കാരിനെതിരെയുള്ള ശക്തമായ പ്രവർത്തനങ്ങളും നടപടികളുമായി വരും കാലങ്ങളിൽ UDF മുമ്പോട്ട് പോകും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. ഞങ്ങൾ ഈ കാര്യത്തിൽ ശക്തമായി മുമ്പോട്ട് പോകും എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയങ്ങൾ തിരുത്തണം. ഇന്ന് LDF പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് 3ാം പിണറായി സർക്കാർ വരാൻ പോകുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ആ അവകാശവാദങ്ങൾ പൊള്ളയാണ് എന്ന് കാണിച്ചു കൊടുക്കുവാൻ ഞങ്ങൾ അതിന് തയ്യാറാകും എന്ന കാര്യം കൂടി അറിയിക്കുകയാണ്. നിങ്ങളുടെ സഹായങ്ങൾ, ന്യായമായ സഹായങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കും. അത് ഞങ്ങൾ KPCCയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ എങ്ങനെയാകണം, ആരൊക്കെ മുന്നണിയിൽ വരണം, ഏതൊക്കെ ആളുകൾ വന്ന് ഈ മുന്നണി UDFനെ ശക്തിപ്പെടുത്തുവാൻ ഏത് തരത്തിലും ആരൊക്കെ വന്നാലും അവരെ ഞങ്ങൾ സ്വീകരിക്കും. അത് മറ്റൊരു കാര്യം. അതൊക്കെ ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അതിനുള്ള നടപടികൾ ഉണ്ടാകൂ. ഏതാ അല്ല, PV അൻവറുമായിട്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. PV അൻവർ ഇപ്പൊ സഹകരിക്കാൻ തയ്യാറായി നിർത്തിയാണല്ലോ. അത് അദ്ദേഹം മുന്നണി സംവിധാനത്തിൽ വരണമോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ഞങ്ങളൊരു ആലോചന നടത്തിയിട്ടില്ല. ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ എന്നതിനെ കുറിച്ച് ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട്, ആരും ഒറ്റയ്ക്ക് ആർക്കും തീരുമാനിക്കാൻ പറ്റില്ല, കൂട്ടായി ആലോചിച്ചുകൊണ്ട് അതിനൊരു തീരുമാനം എടുക്കും. അത് വൈകുന്നു എന്ന് വിചാരിച്ച ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നില്ല.
തെരഞ്ഞെടുപ്പ് വന്നാലും പി വി അൻവർ ഞങ്ങളോടൊപ്പമായിരിക്കും. ഒരു സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട. പി വി അൻവർ ഞങ്ങളെ വിട്ടുപോകും എന്ന് നിങ്ങൾ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണ മാറ്റണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ്. അത് ഞങ്ങൾ ആലോചിക്കും. ഞങ്ങളൊക്കെ തുടക്കമല്ലേ. അപ്പോൾ ഈ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാം കൂടെ ചോദിച്ചു കഴിഞ്ഞാലേ എന്തെങ്കിലും അടുത്ത ഒരു കാര്യം കൂടി പറയണ്ടേ നിങ്ങളടുത്ത്. അതൊക്കെ ഏതായാലും കൂട്ടായി ഞങ്ങൾ ആലോചിച്ചുകൊണ്ട് എന്തായാലും യുക്തമായ നടപടികൾ യുക്തമായ സമയത്ത് എടുത്തു. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വോട്ട് പട്ടികയിൽ ഇരട്ട വോട്ടുകൾ ചേർത്ത് അങ്ങയുടെ പരാതി ഒരുപാട് വോട്ടുകൾ പിന്നീട് മാറ്റിയിരുന്നു ഇലക്ഷൻ കമ്മീഷൻ. ഇപ്പോ CPM-ന്റെ ഒരു മുതിർന്ന നേതാവ് പറയുകയാണ് പണ്ട് തപാൽ വോട്ടുകൾ തിരുത്തിയിട്ടുണ്ട്. അതൊരു ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കാര്യമല്ല. അദ്ദേഹം സത്യസന്ധനായതുകൊണ്ടും അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ നിരവധി നിയോജക മണ്ഡലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെ പറഞ്ഞാൽ, ഞാൻ 2019 ആറ്റിങ്ങൽ പാർലമെന്റിൽ മത്സരിക്കാൻ എന്നെ പാർട്ടി ചുമതലപ്പെടുത്തിയപ്പോൾ ഞാൻ അന്ന് വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ 1,14,000 വോട്ടുകളായിരുന്നു ഇരട്ട വോട്ടുകൾ ആയി കണ്ടെത്താൻ കഴിഞ്ഞു. അതിനെതിരെ നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ ഇവിടെ ജില്ലയുടെ ചുമതല നോക്കുന്ന ജില്ലാ കളക്ടർക്കും അതുകൂടാതെ തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർക്ക് വരെ അന്ന് പരാതി കൊടുത്ത ഒരാളാണ് ഞാൻ. കൊടുത്ത പരാതി വെറുതെ കൊടുത്തതല്ല. ഇതെല്ലാം CD-യിൽ പകർത്തിക്കൊണ്ട് രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ അന്ന് പരാതി കൊടുത്തത്. ആ പരാതി പരിശോധന നടത്തിയതിനു ശേഷം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഒരു നിർദ്ദേശം കൊടുത്തു. സ്ഥാനാർത്ഥി പറഞ്ഞത് ശരിയാണ്, അതിനെതിരെ നടപടികൾ ഉണ്ടാകണം എന്ന് പറഞ്ഞപ്പോഴാണ് അന്നത്തെ കളക്ടർ പറഞ്ഞത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ആരെങ്കിലും കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി ബൂത്തുകളിൽ എത്തിയാൽ അവർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകും എന്ന് അന്നത്തെ കളക്ടർ പ്രഖ്യാപിച്ചു. മാത്രമല്ല, അതിനകത്ത് ഒരു കാര്യമുള്ളത്, നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പേരുകളൊന്നും ഒഴിവാക്കിയിട്ടില്ല. വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് 1,14,000 വോട്ടുകളായിരുന്നു എങ്കിൽ ഇപ്പൊ 2024 തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് പരിശോധനയിലൂടെ കാണാൻ കഴിഞ്ഞത് 1,64,000-ഓളം വോട്ടുകൾ കള്ള വോട്ടുകൾ എന്നുള്ള നിലയിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നുകൂട്ടി. ഞാൻ ആ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഗവൺമെന്റ് കൊടുത്ത ഒരു നിർദ്ദേശമുണ്ട്. ഇത് വാക്കാൽ കൊടുത്ത നിർദ്ദേശമാണ്, അല്ലാതെ രേഖാമൂലം കൊടുത്ത നിർദ്ദേശമല്ല. ആ നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളത് ആളുകളെ ആരെയും ഒഴിവാക്കാൻ പാടില്ല എന്ന് വെച്ചാൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടുള്ള ഡബിൾ വോട്ടിംഗ് എന്നുള്ള നിലയിൽ വന്നിട്ടുള്ള ഒരാളിനെ പോലും ഒഴിവാക്കാൻ പാടില്ല എന്ന നിർദ്ദേശം വാക്കാൽ കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ അതൊന്നും നോക്കാൻ തയ്യാറായിട്ടില്ല. പിന്നെ പരാതികൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ പരാതികൾക്കൊരു പരിഹാരം എന്നുള്ള നിലയിൽ പല നിയോജക മണ്ഡലങ്ങളിലും 10, 100, 250, 300 വോട്ടുകൾ ഒഴിവാക്കി എന്ന് പറഞ്ഞ് ഒരു മറുപടി മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ 1,64,000 വോട്ടുകൾ ഈ 2024 തെരഞ്ഞെടുപ്പിലും അധിക വോട്ടുകൾ ഡബിൾ വോട്ടിംഗ് ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഞാൻ സമീപിച്ചു. ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ തെളിവുകളും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഇത് ശരിയാണ്, അതുകൊണ്ട് എല്ലാ ബൂത്തുകളിലും 1426 ബൂത്തുകളാണുള്ളത്. 1426 ബൂത്തുകളിലും വെബ് ക്യാമറ വെക്കാൻ. അതുകൊണ്ട് ആണ് തൽക്കാലം ഞാൻ വലിയ വോട്ടിന്റെ ഒന്നും ഭൂരിപക്ഷത്തിലല്ലെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞത് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഒരു കാര്യം, ഞാൻ ഇവിടുത്തെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. കേരളത്തിൽ പല നിയോജകമണ്ഡലങ്ങളും ഇതേപോലെ പരിശോധന നടത്തിയാൽ ആ പരിശോധനയിലൂടെ ഇതുപോലെയുള്ള കള്ളത്തരങ്ങൾ CPM ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പല കള്ളത്തരങ്ങളും പുറത്തേക്ക് വരും. അത്
കൊണ്ടുവരിക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ചുമതലയാണ്. അത് ഞങ്ങളത് ഏറ്റെടുക്കുക മാത്രമല്ല അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നടപടികളുമായി മുമ്പോട്ട്. കോൺഗ്രസ് പ്രവർത്തകർ വിളിച്ച മുദ്രാവാക്യത്തെ കുറിച്ച് മാത്രം നിങ്ങൾ പറയുന്നത് എന്തിനാണ്? മുദ്രാവാക്യം പല ആളുകളും വിളിക്കില്ലേ? കോൺഗ്രസ് പ്രവർത്തകർ വിളിച്ചു, അതിനേക്കാൾ ഉപരിയല്ലേ CPM അവിടെ പറഞ്ഞതെന്താ? അല്ല, നിങ്ങൾ അത് യൂത്ത് കോൺഗ്രസ്സുകാരെ ഉദ്ദേശിച്ച് നിങ്ങൾ പറയുമ്പോൾ അതിനേക്കാൾ ഉപരി മഹാത്മാഗാന്ധിയെ തകർക്കുന്നതിന് വേണ്ടി ഇതിപ്പോ ആരോടൊപ്പം കൂട്ടു നിൽക്കുന്നത്? CPM എന്ന് കൂട്ടു നിൽക്കുന്നത് BJPക്ക് വേണ്ടിയാണ്. BJP എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ അടക്കമുള്ള ആളുകളെ ഈ ചിത്രത്തിൽ നിന്നും മാറ്റുവാൻ വേണ്ടിയുള്ള നടപടികളുമായി മുമ്പോട്ട് പോകും. അപ്പോ യൂത്ത് കോൺഗ്രസ്സുകാർ മുദ്രാവാക്യം വിളിച്ചു എന്ന് കരുതി ആ മുദ്രാവാക്യത്തെ ഏറ്റുപിടിക്കേണ്ട. അതേസമയം മഹാത്മാഗാന്ധിയോട് ആദരവ് കൊടുക്കുന്നവരാണ് എങ്കിൽ അതുകൂടി നോക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഞാന് സർട്ടിഫിക്കറ്റില്ല, അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത കൊണ്ടായിരിക്കും ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. പണ്ട് ഞങ്ങളൊക്കെ ഇന്നത് ചെയ്തിട്ടുണ്ട് എന്നതിനെ കുറിച്ച് നിഷ്കളങ്കത കൊണ്ട് ഞാനിപ്പോ അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് അല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത കൊണ്ട് കാര്യങ്ങൾ പുറത്തു പറഞ്ഞു. പക്ഷേ ഇത് ഓരോ ഇടത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് എന്ന് നിങ്ങൾക്ക് കൂടി മനസ്സിലാക്കാൻ കഴിയും. അല്ല, അതിപ്പോ എന്തുകൊണ്ട് ഞങ്ങള് ഇല്ല, അങ്ങനെയില്ല. ഇപ്പൊ കോൺഗ്രസിന്റെ വേദികളിൽ ചിലപ്പോ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾ വിളിക്കുന്നതിന് അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വന്നിട്ട് കോൺഗ്രസിനെ മാത്രം പ്രകീർത്തിക്കുവാൻ വേണ്ടി ഒരിക്കലും വർത്തമാനം പറഞ്ഞിട്ടില്ല. അതുകൂടി അറിയണം. അത് CPM അത് അവരോട് ചോദിക്കുന്നതല്ലേ. CPM നേതാവ് അങ്ങനെ പ്രതികരിക്കുന്നുവെങ്കിൽ CPM-കാർ എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ചോദിക്കണം. അത് വരട്ടെ, ഇനി സമയം കിടക്കുമല്ലേ, ഞങ്ങളിത് ഓരോന്നോരോന്ന് ഏറ്റെടുക്കാം. ഏതായാലും ഇത് പുറത്തു വന്നല്ലോ, ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് പുറത്ത് എന്തായാലും വന്ന കാര്യങ്ങൾ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ചെയ്തുകൂടാൻ കഴിയാത്ത കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ വന്നിട്ടുണ്ട് എങ്കിൽ ഇപ്പോഴും അത് അനുവർത്തിച്ചു പോകുന്നുവെങ്കിൽ ആ അനുവർത്തിച്ചു പോകുന്നത് തെറ്റാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. വർക്കിംഗ് കമ്മിറ്റി അത് AICC മറ്റും തീരുമാനമെടുക്കേണ്ടതാണ്. AICC തീരുമാനമെടുക്കുന്നതനുസരിച്ച് തുടർന്ന് അല്ലാതെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഞാൻ ഇതിനകത്ത് UDF-ന്റെ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഒറ്റയ്ക്ക് UDF കൺവീനർ എന്നുള്ള നിലയിൽ അത് പരിഹരിക്കാൻ ഇന്ന തരത്തിൽ പരിഹരിച്ചോളാം എന്ന് മറുപടി പറയാൻ ഞാനാണ്. ചെറുതോ വലുതോ എന്നുള്ളത് പ്രശ്നമില്ല. ഒരു ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ചുമതലകൾ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നിറവേറ്റുക എന്നുള്ളതാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളത്. ഞാൻ ആ തരത്തിൽ മുമ്പോട്ട് ഇല്ലല്ലോ. നിങ്ങൾ ഉണ്ടാക്കുന്ന അടികൾ ഞങ്ങളെ അത് കൂട്ടത്തിൽ വലിച്ചെടുക്കരുത്. തൽക്കാലം ഞങ്ങളെ വലിച്ചെടുക്കരുത്. ഞങ്ങളിപ്പോ KPCC പ്രസിഡന്റും അതുപോലെ തന്നെ UDF കൺവീനറും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഇപ്പൊ തീരുമാനമെടുത്തു. ഞങ്ങൾ അത് പ്രവർത്തനങ്ങൾ മേഖലയിലേക്ക് ഞങ്ങൾ തുടങ്ങുന്നത്. MP-മാര് ഞാൻ എല്ലാവരും വിളിച്ചിരുന്നതാണ്. പല MP-മാർക്കും അന്ന് വരാനുള്ള ബുദ്ധിമുട്ടുകൾ പ്രത്യേകം അറിയിച്ചിരുന്നു. ആ MP-മാർക്ക് പിന്നെ പല ആളുകൾ, ഒരാൾ മാത്രമല്ല പല ആളുകൾ പറഞ്ഞത് അവർക്ക് ഇന്ന കാര്യങ്ങൾ കൊണ്ട് നേരത്തെ നിശ്ചയിച്ചിരുന്ന ചില പരിപാടികളുണ്ട്, അതല്ലെങ്കിൽ അതെല്ലാം ക്യാൻസൽ ചെയ്തിട്ടാണ് വരേണ്ടത്. അപ്പൊ ഞങ്ങളും പറഞ്ഞു അങ്ങനെ വരണ്ട, നിങ്ങൾ ഏറ്റ പരിപാടികൾ നടക്കട്ടെ എന്ന നിർദ്ദേശമാണ്. ഞങ്ങൾ പല തട്ടിലല്ലല്ലോ, ഒന്നിച്ചല്ലേ ഞങ്ങൾ ഒന്നിച്ചു. അതുകൊണ്ടാണല്ലോ ഞാൻ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് 3ാം പിണറായി സർക്കാർ വരുമെന്ന്.
നിങ്ങൾ ആരും സ്വപ്നം കാണണ്ട. ഞങ്ങൾ മൂന്നാം പിണറായി സർക്കാർ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിരിക്കും. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ നിയോജകമണ്ഡലങ്ങളും കള്ളവോട്ടുകൾ സമാഹരിച്ചു വെച്ചുകൊണ്ട് അതിൻ്റെ പിൻബലത്തിൽ കടന്നു വരാൻ കഴിയും എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഞങ്ങൾ തകർന്നു. ശ്വാസം വിടാനുള്ള ഒരു സമയം കൊടുത്താൽ അതൊക്കെ നോക്കും ഞങ്ങൾ. അന്ന് നിങ്ങളെ അറിയിക്കും, രഹസ്യമായിട്ട് വെക്കത്തില്ല, അത് നിങ്ങളെ അറിയിക്കും. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.